ഹലോ മക്കളെ, അപ്പം നമ്മൾ കീപ്പിംഗ് ഡിസീസസ് അവേ അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ലൈവ് നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ബാക്ടീരിയ ആൻഡ് വൈറസ്, ഈ രണ്ട് മൈക്രോ ഓർഗാനിസംസ്, ഈ രണ്ട് ഗ്രൂപ്പിലുള്ള മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്, ഏതൊക്കെ അസുഖങ്ങളാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താ വേണ്ടത്? ആ ഒരു പോർഷനിലുള്ള നമ്മൾ പഠിച്ച ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ബാക്ടീരിയ അതുപോലെ തന്നെ വൈറസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ വന്നു. കണ്ടീജിയസ് ഡിസീസ് ആർ വൺ ഓഫ് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഗ്രേറ്റ് ഫ്ലഡ് അല്ലേ. നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം പകർച്ചവ്യാധികളാണ്. നെയിം ദ പാത്തജൻ വിച്ച് കോസ് റാറ്റ് ഫീവർ. എലിപ്പനി പകർത്തുന്ന ആ രോഗകാരിയുടെ പേരാണ് ചോദിച്ചത്. ആരാ മക്കളെ എലിപ്പനി ഉണ്ടാക്കുക? അപ്പോൾ നമ്മൾ എ എന്നിടുന്നു. ആരാ എലിപ്പനി ഉണ്ടാക്കുക? നമുക്ക് ആ ഒരു പാത്തജൻ്റെ പേരറിയാലോ. ഇതാണ് നമ്മുടെ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് അല്ലേ. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്. മലയാളത്തിലും ഇതിനെ ലെപ്റ്റോസ്പൈറ എന്ന് തന്നെയാണ് പറയുക കേട്ടോ. ഈ ബാക്ടീരിയ ആണ് നമുക്ക് എലിപ്പനി ഉണ്ടാക്കുന്നത്. ഇനി റൈറ്റ് ദ സിംറ്റംസ്. ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ് നമ്മളോട് അടുത്തതായിട്ട് ചോദിച്ചത്. അപ്പോൾ എലിപ്പനി വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ബാക്ടീരിയൽ ടോക്സിൻ എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ മുറിവിലൂടെ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസ്, രക്തലോമികകളെ പൊട്ടിക്കും അല്ലേ. അങ്ങനെ രക്തലോമികകൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ. ഇൻറ്റേർണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ നമ്മൾ പറയും ആന്തരിക രക്തസ്രാവം. ഓക്കെ, ആന്തരിക രക്തസ്രാവം. ഉള്ളിൽ ഇങ്ങനെ രക്തം പോയിക്കൊണ്ടേയിരിക്കും. ആന്തരിക രക്തസ്രാവം അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻറ്റേർണൽ ബ്ലീഡിങ്. പിന്നെ എന്തായാലും ഒരു ബാക്ടീരിയ അല്ലേ അകത്ത് കയറി കഴിയുന്നത്, നമുക്ക് പനിക്കും അല്ലേ, പനി ഉണ്ടാകും, തലവേദന ഉണ്ടാകും, ഹെഡേക്ക് തലവേദന. പിന്നെയോ പിന്നെ നമ്മുടെ കണ്ണിൽ ചുവപ്പ് നിറം ഉണ്ടാവും അല്ലേ, റെഡ്നെസ് ഇൻ ഐസ് ഉണ്ടാകും. കണ്ണിലെ ചുവപ്പ് നിറം. പിന്നെ നമുക്ക് പേശീവേദന, മസിൽ പെയിൻസ്. നമുക്ക് മസിൽസ് ഒക്കെ ഭയങ്കര വേദനയായിരിക്കും, മസിൽ പെയിൻ ഉണ്ടാകും. മസിൽ പെയിൻ അല്ലെങ്കിൽ പേശീവേദന. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ എലിപ്പനി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് സം പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പോൾ എലിപ്പനി ഉണ്ടാക്കുന്നത് ആരാണ്? എലിപ്പനി ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളൊക്കെ മനസ്സിലായി. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ഇത് വരാതെ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എലിപ്പനി ഉണ്ടാക്കുന്നത് എലിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എലി അവർ എണ്ണം കൂടുന്ന സാഹചര്യം ഒഴിവാക്കണം. അപ്പോൾ ഡെസ്ട്രോയ് ദ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഓഫ് വെക്ടേഴ്സ്. അവർ പെരുകുന്ന ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നശിപ്പിക്കണം. ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഓഫ് വെക്ടേഴ്സ്, വാഹകരെ അവർക്ക് വേണ്ട സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? അത് നശിപ്പിക്കണം. ഒന്നാമതായിട്ട് അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവർ പോയിട്ട് മൂത്രമൊഴിക്കാം അല്ലേ. അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. പിന്നെയോ നമ്മൾ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സെൽഫ് ഹൈജീൻ കീപ്പ് ചെയ്ത് നമ്മൾ അടങ്ങിയിരിക്കണം. ഓക്കെ, കീപ് സെൽഫ് ഹൈജീൻ ആൻഡ് ഓൾസോ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. സറൗണ്ടിങ്സ് ക്ലീൻ. പിന്നെ നമ്മൾ കുടിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എലിപ്പനി നമുക്ക് വരുന്നത് തടയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. വിച്ച് ബാക്ടീരിയ കോസ് ട്യൂബർക്ലോസിസ്? ട്യൂബർക്ലോസിസ് എന്താണ്? ക്ഷയരോഗം അല്ലേ. ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ആ ബാക്ടീരിയയുടെ പേരാണ് ചോദിച്ചത്. അപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഇപ്പോൾ ബാക്ടീരിയ പകർത്തുന്ന 3 അസുഖങ്ങൾ ഉണ്ടെങ്കിലും 3 ബാക്ടീരിയ എന്താണ്? വേറെ വേറെയാണ്. അപ്പോൾ ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? നമ്മൾ ട്യൂബർക്കുലോസിസിനെ ലാസ്റ്റ് വരുന്നുണ്ട് അല്ലേ. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ഇതാണ് നമ്മുടെ
ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ മേജർ സിംറ്റംസ്? അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ട്യൂബർക്കുലോസിസിന് 3 ലക്ഷണങ്ങളാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 3 ലക്ഷണങ്ങളാണ് ട്യൂബർക്കുലോസിസ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് എന്താണ്? പേഴ്സിസ്റ്റൻറ്റ് കഫ്, തുടർച്ചയായ ചുമ. പേഴ്സിസ്റ്റൻറ്റ് കഫ്, തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കും. തുടർച്ചയായ ചുമ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ചുമയായിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഫാറ്റിക്. ഓക്കെ, ഫാറ്റിക്. നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, നമ്മളിങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമോ? ഇല്ലല്ലോ, നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ എന്താണ്? റെഡ്യൂസ് ബോഡി വെയ്റ്റ്. നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടി തുടങ്ങും. റെഡ്യൂസ് ബോഡി വെയ്റ്റ്, ശരീരത്തിന് ഭാരക്കുറവ്, ശരീരഭാരം കുറയും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസിൻ്റെ ലക്ഷണം. വിച്ച് ഈസ് ദ മേജർ വാക്സിൻ യൂസ്ഡ് എഗെയിൻസ്റ്റ് ട്യൂബർക്കുലോസിസ്? ക്ഷയരോഗത്തിനെതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്സിൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ മക്കളെ? നമ്മൾ ജനിച്ച് നമ്മുടെ മൂന്നാമത്തെ ദിവസം തന്നെ നമ്മളെല്ലാവരും എടുത്തിട്ടുള്ള നമ്മുടെ കൈയുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ അടയാളമൊക്കെ ഉള്ള വാക്സിൻ ഏതാ? നമ്മളുടെ BCG വാക്സിനാണ്. BCG ഇതാണ് നമ്മൾ ക്ഷയരോഗത്തിനെതിരായിട്ട് എടുക്കുന്ന വാക്സിൻ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അൺലൈക്ക് ബാക്ടീരിയ ആൻഡ് അമീബ, നമ്മുടെ ബാക്ടീരിയനെ അമീബേനെയും പോലെയൊന്നുമല്ല, വൈറസസ് കനോട്ട് മൾട്ടിപ്ലൈ ബൈ ദെയർ ഓൺ. വൈറസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് തന്നെ അവരുടെ എണ്ണം അല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെരുകുന്നത് പോലെ നമ്മുടെ വൈറസുകൾക്ക് പെരുകാൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്ടീരിയനെയും അതുപോലെ അമീബേനെയും ഒന്നും പോലെ നമ്മുടെ വൈറസിന് പെരുകാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്? കാരണം എന്താണ്? നമുക്ക് പറയാം, viruses are acellular organisms. acellular organisms എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് ഒരു കോശമില്ല, ഒരു കോശ ശരീരമില്ല അല്ലേ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ എന്ത് വേണം മക്കളെ? ഒരു കോശ ശരീരം അല്ലെങ്കിൽ ഒരു സെല്ല് വേണം. അവർക്ക് അതില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്കൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. they lack cell organelles. They lack cellular structure and cell organelles. ഒരു സെല്ലോ ഒരു കോശമോ അല്ലെങ്കിൽ കോശാംഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് they cannot reproduce by their own. അവർക്ക് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഓൺലി if they are inside a cell. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവർ ആക്റ്റീവ് ആവുള്ളൂ. അതിന് പുറത്ത് എന്താണ്? they are inert അല്ലേ. they are inert outside a living organism. they are inert എന്ന് പറഞ്ഞാൽ ഒരു ജീവനും ഇല്ലാത്തൊരു സാധനം അല്ലേ, അതുപോലെയാണ് inert outside living organism അല്ലെങ്കിൽ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിൻ്റെ പുറത്ത് അവരെന്താണ്? വെറും ഇനാക്റ്റീവാണ്, ജീവൻ ഇല്ലാത്തൊരു സാധനം പോലെ ഉണ്ടാവും. കാരണം അവർക്കൊരു ന്യൂക്ലിയസ് ഇല്ല, അവർക്ക് സെൽ ഓർഗനൽസ് കോശാംഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് പെരുകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് പെരുകണമെങ്കിൽ ഒത്തിരി സെൽ ഓർഗനൽസ് കോശാംഗങ്ങളുടെ സഹായം വേണം. അതൊന്നുമില്ല. കാരണം വൈറസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രോട്ടീൻ കോട്ടും ഒരു പ്രോട്ടീൻ്റെ ആവരണവും ഒരു ജനറ്റിക് മെറ്റീരിയലും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റില്ല? അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇത് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ഒരു സെഷനിൽ കേട്ടോ, കാരണം നമ്മൾ ഈ 2 ഭാഗങ്ങളല്ലേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കോൺസെപ്റ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ നോട്ടീസ് ടു ബിൽഡ് അവെയർനെസ് ഓൺ എയ്ഡ്സ്. അപ്പോൾ നമ്മൾ എയ്ഡ്സിൻ്റെ ദിനാചരണത്തോടനുബന്ധിച്ച് നമ്മളൊരു അവെയർനെസ്, ഒരു ബോധവൽക്കരണ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് കോൺസെപ്റ്റ്, എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ആ ബോധവൽക്കരണ പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. 2 സൂചനകൾ അവർ തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യുമെന്നും പറയാം, എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യില്ല എന്നും പറയാം. അത് പറഞ്ഞുകൊണ്ടുള്ള കോൺസെപ്റ്റ്, എന്തൊക്കെ കോൺസെപ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എയ്ഡ്സിൻ്റെ. ഓക്കെ, എയ്ഡ്സ് പകരുന്നതും പകരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോധവൽക്കരണം നടത്താനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കാം മക്കളെ, എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ അല്ലേ, ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ സെക്ഷൽ കോണ്ടാക്ട്, ലൈംഗിക ബന്ധത്തിലൂടെ. പിന്നെ പ്രഗ്നൻറ്റ് മദർ ടു ഫീറ്റസ്, ഇൻഫെക്റ്റഡ്
മദർ ടു ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിലേക്ക്. പിന്നെയോ ബൈ ഷെയറിങ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, നമ്മുടെ പേഷ്യൻ്റ് ഉപയോഗിച്ചിട്ടുള്ള നീഡിൽസും സിറിഞ്ചും എല്ലാം ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ നാലാമത്തെ കേസ് എന്താണ്? ബൈ ബ്ലഡ്, ഡൊണേറ്റിംഗ് ബ്ലഡ് ആൻഡ് ഓർഗൻസ്, ഓർഗൻ ഷെയറിങ്ങിലൂടെ, ബ്ലഡ് ആൻഡ് ഓർഗൻ ഷെയറിങ്ങിലൂടെ, അവയവങ്ങളും അതുപോലെ തന്നെ രക്തവും സ്വീകരിക്കുന്നതിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഒന്ന് ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് പകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അമ്മയിൽ നിന്ന്, ഓക്കെ, അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, ഗർഭസ്ഥ ശിശു. പിന്നെ സൂചി അതേപോലെ തന്നെ സിറിഞ്ചൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ, സൂചി സിറിഞ്ചൊക്കെ പങ്കുവെക്കുന്നതിലൂടെ. പിന്നെയോ നമ്മൾ അവയവം അതുപോലെ തന്നെ രക്തദാനത്തിലൂടെ, അവയവം, രക്തം ഇതെല്ലാം പങ്കുവെക്കുന്നതിലൂടെ. ഇതെല്ലാം എല്ലാവരും പങ്കുവെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഓക്കെ, പങ്കുവെക്കുന്നതിലൂടെ. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ആശയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏതെങ്കിലും 2 എണ്ണമാണ് പറഞ്ഞത്. സ്പ്രെഡ് ചെയ്യുന്ന, പകരുന്നത് 2 സാഹചര്യം എഴുതാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പകരാത്തത്, ഓക്കെ, ഡു നോട്ട് സ്പ്രെഡ്. പകരാത്തത് ഏതാണ്? സ്പർശനം, ടച്ചിലൂടെ, അല്ലേ? ബൈ ഷെയറിങ് ഫുഡ് ഷെയർ ചെയ്യുന്നതിലൂടെ, ഭക്ഷണം ഷെയർ ചെയ്യുന്നതിലൂടെ ഒന്നും നമുക്ക് കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട്. ശരിക്കും മിസ് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യും, എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യില്ല എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട, ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് PPT മിസ് വെച്ചപ്പോൾ മാറിപ്പോയതാണ്. ഇത് 5ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ പകരും, എങ്ങനെയൊക്കെ പകരില്ല, ആ 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമുക്ക് വൈറസിൻ്റെ ആ സെക്ഷനിൽ പഠിക്കാനുണ്ടായത്. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വൈറസിൻ്റെ സെക്ഷനിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിലും ഈ ഒരു എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വന്നാൽ പല തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് പകരാറുണ്ട്. അതിൽ വൈറസ് ഒരു കാരണമാണെന്നേ ഉള്ളൂ. നമ്മുടെ ലിവർ, കരളിന് അണുബാധ ഉണ്ടായാൽ, ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബൈൽ, പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് വഴി ആ പിത്തരസം ബൈലിലുള്ള ബിലിറൂബിൻ എന്ത് ചെയ്യും? രക്തത്തിൽ അളവ് കൂടും. അത് നമ്മുടെ കണ്ണിലും അവിടെ ഇവിടേക്കായിട്ട് പോയിട്ട് അടിഞ്ഞുകൂടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലക്ഷണമായിട്ട് കാണാം. പിന്നെ ഇൻഫ്ലമേഷൻ, കരൾ വീക്കും ലക്ഷണമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ച പോർഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ മിസ്സിനെ അറിയിക്കാം, കമൻറ്റ് ചെയ്യുക.